അതായത് നമ്മൾ മുഖമൊക്കെ കഴുകി വന്നിട്ടോ നല്ലൊരു റിസൾട്ട് തന്നെയാണ്. ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉള്ള ഒരു കാര്യം വെച്ചിട്ടാണ് അല്ലേ. ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമ്മളൊരു അടിപൊളി ഫേസ് പാക്കാണ്. അത് നമ്മുടെ അടുക്കളയിലുള്ള രണ്ട് സാധനം വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ മുഖം എങ്ങനെ ക്ലിയർ ചെയ്തിട്ട് എടുക്കാമെന്നുള്ളതാണ്. അതായത് പലർക്കും നമ്മൾ പറയണ ഐറ്റംസുകൾ ചിലപ്പോൾ വീട്ടിലില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ സുലഭമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് അവർക്കൊന്ന് സെറ്റായി എടുക്കണ്ടേ. അപ്പോൾ അതിനുള്ള അടിപൊളി ഒരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഏത് പാക്ക് ഇടായാലും നമ്മുടെ സ്കിൻ ഏതാണെന്ന് അറിയണം. എന്നാലേ നമ്മൾ എല്ലാ പാക്കുകളും വാരി വലിച്ചിട്ടിട്ട് കാര്യമില്ല. നമുക്ക് 3 തരം സ്കിന്നുണ്ട്: ഓയില്, ഡ്രൈ, പിന്നെ നോർമലായിട്ടുള്ള സ്കിന്ന്. അപ്പോൾ അതിൽ ഏതാ നമ്മുടെ സ്കിന്നെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഏത് പാക്കായാലും അപ്ലൈ ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മളിവിടെ കാണുന്ന എല്ലാ പാക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഓയിൽ സ്കിന്നുകാർക്ക് പറ്റിയ പാക്കുകൾ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയത് അങ്ങനെ ഉണ്ട്. ഡ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടലമാവ് വെച്ചിട്ടാണ് ഇന്നത്തെ പാക്ക്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ അത് ഡെയിലി ചെയ്യുമ്പോൾ അവർക്ക് ഒന്നും കൂടി ഡ്രൈനെസ് കൂടി വരുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കിന്ന് ആദ്യം ഏതാണെന്ന് തിരിച്ചറിയണം. പലർക്കും സ്കിന്ന് ഏതാണെന്ന് തിരിച്ചറിയാനായിട്ട് അറിയില്ല. അതാണ് വാസ്തവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40-45 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് യൂട്യൂബൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ഓരോ പാക്കുകൾ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കും ചെയ്യാം എന്നുള്ള ഒരു തോന്നൽ അവർക്ക് വരാം. അപ്പോഴാണ് അവരവരെ മുഖവും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ശരീരം ശ്രദ്ധിക്കാനും മുഖം ശ്രദ്ധിക്കാനൊന്നും നേരം കിട്ടുന്നില്ല. അപ്പോൾ ആ നേരത്ത് നമ്മുടെ കൈ ഡ്രൈനെസ് ആവുന്നുണ്ടോ, മുഖം ഡ്രൈനെസ് ആവുന്നുണ്ടോ എന്നൊന്നും നോക്കിയിരിക്കാനുള്ള നേരമൊന്നും പലർക്കും കിട്ടില്ല. അങ്ങനെ ഫ്രീ ടൈമിലൊക്കെ ഇരിക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ ഒന്ന് ഇരിക്കണ സമയത്തായിരിക്കും അവർക്ക് നമ്മുടെ സ്കിന്നൊന്ന് സെറ്റാക്കി കൊണ്ടുവരാനായിട്ട് ഒരു തോന്നലൊക്കെ അവർ വരിക കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഫോട്ടോസ് കാണുമ്പോഴൊക്കെയായിരിക്കും, അപ്പോൾ ഞാൻ ഇങ്ങനെയല്ലല്ലോ പണ്ടായിരുന്നത്, ഇപ്പം ഞാൻ ഇങ്ങനെ ആയില്ലേ. അങ്ങനെ ഉള്ളവരൊന്നും വിഷമിക്കേണ്ട. നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ സ്കിന്നിനെ പഴയ രീതിക്ക് തന്നെ കൊണ്ടുവരാനായിട്ട്, ആ ചെറുപ്പമൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ലപോലെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിന് അത്യാവശ്യം വെള്ളം ആവശ്യമാണ്. അപ്പം നമ്മൾ വെറുതെ പാക്കുകൾ മാത്രം ഇട്ടിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ അത്യാവശ്യം നമുക്ക് ഉള്ളിലോട്ട് നല്ലപോലെ വെള്ളം കുടിക്കണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ സ്കിൻ ഏതാണെന്ന് അറിയണം. സ്കിൻ എങ്ങനെയാണ് തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നിങ്ങൾ ഒന്ന് മുഖം ഫേസ് വാഷൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് മുഖം കഴുകിയിട്ട് നല്ലപോലെ ഒപ്പിയെടുത്ത് 1 മണിക്കൂറിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മുഖം ഒന്ന് തുടയ്ക്കുകയാണെങ്കിൽ, ആ ടിഷ്യൂ പേപ്പറിൽ എണ്ണമെഴുക്ക് വരികയാണെങ്കിൽ അത് ഓയിൽ സ്കിന്നാണ്. ഇനി ഒന്നുമില്ല, മുഖം ഇങ്ങനെ റബ്ബായിട്ട് ഇരിക്കുന്ന ഒരു സുഖമില്ലാത്ത ഒരു പിടിച്ച പോലെയൊക്കെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ ഏതാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ചിലപ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ചിലവർക്ക് അത് അറിഞ്ഞുകൂടുന്നില്ല. നമുക്ക് കണ്ണാടിയിൽ നോക്കി കഴിഞ്ഞാൽ അറിയണവർക്ക് അറിയാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് നമ്മുടെ മുഖത്ത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓയിൽ സ്കിന്നുകാർക്കാണ് അങ്ങനെ വരിക. മറ്റവരുടെ സ്കിന്നിന് ചെറുതായിട്ടൊരു പ്രോബ്ലം ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് നോക്കുക. അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് നിങ്ങളൊന്ന് മുഖത്ത് ഒന്നിങ്ങനെ അമർത്തി വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓയിൽ സ്കിന്നാണോ ഡ്രൈ സ്കിന്നാണോ എന്ന് ആദ്യം തിരിച്ചറിഞ്ഞതിന് ശേഷം വേണം നമുക്ക് പാക്കുകൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അല്ലാതെ നമ്മൾ വാരി വലിച്ചൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലമാവ് വെച്ചിട്ടാണ്. അപ്പോൾ കടലമാവ് വെച്ചിട്ട് സിമ്പിളായിട്ട് നമ്മുടെ മുഖത്തെ ആ എന്താ പറയുക, കരിവാളിപ്പ്, ടാന് എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് കടലമാവും തൈര് കൊണ്ടും പറ്റും. തൈര് വെറുതെ മുഖത്ത് കഴുകണം, നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ വന്നിട്ട് മുഖം കഴുകണതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യണ ഒന്നാണ് കേട്ടോ. ഇപ്പം ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വന്നിട്ട് പോലും എൻ്റെ മുഖത്ത് വലിയ കരിവാളിപ്പൊന്നും കാണുന്നില്ല. അതാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഓരോ പാക്കുകൾ ഇടുന്നുണ്ട്. നൈറ്റ് ക്രീമുകൾ നമ്മൾ തയ്യാറാക്കണത് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ മുഖത്ത് ഇടുന്നുണ്ട്. അപ്പോൾ ഒന്നും ദോഷമില്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് മുഖത്ത് ഇടുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടലമാവ് വെച്ചിട്ടാന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ കടലമാവ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുഖം ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുക്കാന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് നമ്മൾ എത്ര കഴുകിയെന്ന് പറഞ്ഞാലും ഒരു ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം ഒരു 1/2 ടീസ്പൂൺ കടലമാവ് എടുത്ത് നമ്മുടെ സാദാ പച്ചവെള്ളം ചേർത്തിട്ട് ഒന്ന് കഴുകിയെടുക്കുക. കണ്ട കൈ കൊണ്ട് തന്നെ ഇതാക്കിയിട്ട് മുഖത്തൊന്ന്
ചെയ്തിട്ട് അപ്പം തന്നെ തുടച്ചെടുക്കുക കേട്ടോ. അല്ലാണ്ട് അത് മസാജൊന്നും കൊടുക്കണ്ട. ആ മുഖത്ത് ഉള്ള അഴുക്കുകൾ കംപ്ലീറ്റ് പോകാനും പോൾസൊക്കെ തുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യണത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പാക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ അതിനാദ്യം ഞാൻ എന്താ സ്കിന്നിൻ്റെ കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവണില്ല എന്നുള്ളത്. ഇപ്പം ചെറുപ്പം പിള്ളേർക്കൊക്കെ മനസ്സിലാവും. ഒരുവിധം പ്രായമായിട്ടുള്ളവർക്ക് അവരുടെ സ്കിൻ ഏതാണെന്നുള്ളത് അറിയണില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറഞ്ഞു തന്നത് കേട്ടോ. അറിയാവുന്നവർ ഇത് കേട്ടതൊന്ന് ക്ഷമിച്ചേക്കണേ. കടലമാവ് വെച്ചിട്ട് നമ്മൾ സോപ്പ് വെച്ചിട്ട് മുഖത്ത് നമ്മൾ കഴുകണേക്കാളും എത്രയോ ഗുണമെന്നറിയോ ഈ പയറ് പൊടിയൊക്കെ വെച്ചിട്ട് മുഖം കഴുകണത്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു പ്രശ്നവും ഇല്ല. കുറേ സോപ്പിൻ്റെ പത ഇട്ടിട്ട് മുഖം കഴുകാന്നുള്ളതല്ല കേട്ടോ കാര്യം. ഇതേപോലെ ചെറുവക സാധനങ്ങൾ ഇട്ടിട്ട് മുഖം ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുഖത്തത്തെ സ്കിന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുള്ളത് കേട്ടോ. നമ്മുടെ കാപ്പിപ്പൊടിയുടെ ഫേഷ്യൽ ഒത്തിരി പേർക്ക് ചെയ്തിട്ട് നല്ല റിസൾട്ടാണെന്നുള്ളത് എനിക്ക് കമൻറ്റിൽ വന്നിട്ട് പറയുന്നുണ്ട്. സന്തോഷമായി. ചെയ്ത് നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു തുണ്ടെടുത്തിട്ട് കഴുകി മുഖം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അത് നമ്മുടെ ഈ ഇത് വെച്ചിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വൈപ്സ് വെച്ചിട്ട് നമ്മളൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അത്രയും വേണ്ട, പുറത്ത് പോയിട്ടൊന്നും കഴുകണ്ട. അപ്പോൾ നമ്മുടെ മുഖത്ത് കംപ്ലീറ്റ് അഴുക്ക് കാര്യങ്ങളൊക്കെ കണ്ട ഒരു ചെറിയൊരു കളർ എത്തി. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ഇട്ടിട്ട് മുഖം കഴുകിയിട്ട് വന്നിരുന്നതാണ് കേട്ടോ. പുറത്ത് പോയി വന്നതല്ലേ, അപ്പോൾ തന്നെ ഞാൻ തന്നെ ഒന്ന് വേഗം മുഖം കഴുകി. എന്നുവെച്ചാൽ നിറച്ച് പൊടിയാണ് ഈ ചൂടും, അതേപോലെ തന്നെ വണ്ടികൾ പോയി റോഡ് പണിയും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ മുഖത്ത് അത്യാവശ്യം നമ്മുടെ മുഖത്ത് ഇതൊക്കെ പറ്റി പിടിക്കും. ഓയിൽ സ്കിന്നുള്ളവരെ പ്രത്യേകിച്ചിട്ടാ. നിങ്ങൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പയറുപൊടിയൊക്കെ വെച്ചിട്ട് മുഖം കഴുകുന്നത് വളരെ നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ പൊടി വേഗം അബ്സർവ് ചെയ്യും നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഇതാ നമ്മൾ മുഖം തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ തൈരും കടലമാവും മാത്രമുള്ള ഒരു പാക്കാണ്. അതിട്ട് ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകിക്കളയാം കേട്ടോ. നല്ലൊരു റിസൾട്ട് തന്നെയാണ്. അപ്പോൾ നമുക്കത് വേഗം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ മുഖം കഴുകാടുക്കുമ്പോൾ ഒരു തുണ്ട് വെള്ളം എടുത്തിട്ട് ആക്കിയാൽ മതി കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും എടുത്തിട്ട് ആക്കല്ലേ. ഒരു 1/4 ടീസ്പൂൺ കടലമാവ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അത്രയ്ക്ക് തന്നെ നമ്മുടെ പച്ചവെള്ളം എടുത്താൽ മതിയേ. ഇത് ഓയിൽ സ്കിന്നുള്ളവർക്കാണെങ്കിൽ ഈ ഒരു പാക്ക് അടിപൊളിയാണ്. ഡ്രൈ സ്കിന്നുകാർ ഇത് കിട്ടുമ്പോൾ തൈര് കൂടി ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതെപ്പോഴും ചെയ്യേണ്ടത് നല്ലതല്ല. നല്ല കട്ടയായിട്ടിരിക്കണം നമ്മുടെ തൈര്. ഇതങ്ങോട്ട് തേച്ച് നല്ലൊരു ക്രീം പരുവത്തിലേക്ക് ആക്കിയെടുക്കട്ടെ. അപ്പോൾ ആകെ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ. കണ്ടോ? എന്നിട്ട് നല്ലൊരു ക്രീം പരുവത്തിലേക്ക് നല്ലപോലെ ഇളക്കി ഒരു ക്രീം പരുവത്തിലേക്ക് നമുക്കിവിടെ എത്തിക്കണം കേട്ടോ. ലൈറ്റ് പെട്ടെന്ന് മങ്ങിയില്ല നമ്മുടെ പഴയ കർട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കണ്ട. നമ്മളെടുത്തത് ഇപ്പോൾ കറക്റ്റ് ഇതിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. കണ്ടോ? ഒരു ക്രീം പരുവത്തിലായിട്ടുണ്ട്. അധികം ലൂസാവാനും പാടില്ല, അധികം കട്ടിയാവാനും പാടില്ല. ഇത് രണ്ടും മതി. അപ്പോൾ ഇത് നല്ലപോലെ ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ നല്ലൊരു ക്രീം പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ പരുവത്തിൽ നമുക്കിത് കിട്ടും. കണ്ട? അപ്പോൾ ഒന്നും കൂടി ലൂസായില്ല. കണ്ട? ലൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രീം പരുവത്തിലേക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ വേറെ എടുത്തതിൻ്റെ അപ്പുറം ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഒരു വലിയ ടീസ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ ടീസ്പൂണാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ തൈരും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ തൈര് ഒരുപാട് ഒഴിച്ച് വല്ലാതെ അങ്ങനെ ലൂസാക്കരുത്. പാകത്തിന് ഒഴിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് മുഖത്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിമ്പിൾ പാക്കാണ്. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കടലമാവൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും.
പലഹാരമൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ കടലമാവ് നമ്മുടെ വീട്ടിലുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് തൈരും നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ നമുക്കിത് മുഖത്തിട്ട് കൊടുക്കാം. നല്ലൊരു ചേഞ്ച് തന്നെയാണ് നമുക്ക് മുഖത്ത് വരിക കേട്ടോ. ഇപ്പോൾ ഓയിൽ സ്കിന്നുകാർ ഇത് ഇടുമ്പോൾ കംപ്ലീറ്റ് ഓയിൽ വലിച്ചെടുക്കുന്നൊന്നുമില്ല. നമ്മൾ തൈരും കൂടി ചേർക്കുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള ഓയിലിനെ മാറ്റിയിട്ട് നിലനിർത്താനുള്ള ഇതിനെ അവിടെ മുഖത്ത് തന്നെ വയ്ക്കും കേട്ടോ. അത് വെച്ച് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് നമുക്ക് ഇടാം. ഡ്രൈ സ്കിന്നുകാർക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ എപ്പോഴെപ്പോഴും ഇടണത് അത്ര നല്ലതല്ല കേട്ടോ. ഡെയിലി ഇപ്പോൾ നമ്മൾ ഇത് ഇടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഡ്രൈ സ്കിന്നുകാർക്ക് പൊട്ടയാണേ. കാരണന്മാരൊക്കെ പണ്ടൊക്കെ ഈ കടലമാവ് വെച്ചിട്ടാണ് നമ്മൾ തല കഴുകാനൊക്കെ എടുക്കുമല്ലോ, അതേപോലെ തന്നെ മുഖം കഴുകാനും ഇതാണ് ആദ്യമുള്ളവരൊക്കെ ഉപയോഗിക്കുക. കഴുത്തിലും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ പാക്ക് ഇടുമ്പോൾ. മറ്റേത് നമുക്ക് മുഖം കഴുകുമ്പോൾ പ്രശ്നമുള്ള കാര്യമല്ല, കഴുത്തിലേക്ക് ഇടുമ്പോൾ ഒന്ന് ഇവിടെയും കൂടിയും ഒന്ന് ക്ലീനായിട്ടിരിക്കട്ടെ. അല്ലെങ്കിൽ മുഖം മാത്രം ഒരു കളറും കഴുത്ത് വേറെ കളറായിട്ട് മാറും. അപ്പോൾ ഇത് ആദ്യം ഇട്ടിട്ട് ഒന്ന് 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് വലിയനോട് കൂടിയിട്ട് നമുക്ക് ഈ ബാക്കിയുള്ളതും കൂടി നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് കടലമാവിൻ്റെ അറിയാലോ, ഒരു 20 മിനിറ്റ് നേരമൊക്കെ മാക്സിമം ഇരിക്കുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ മുഖത്ത് ആ ഒരു ടൈറ്റ് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളത് കഴുകി വെടുപ്പാക്കി എടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ അടിയിലത്തെ ഡാർക്ക്നെസ് വല്ലാതെ ഉണ്ടെങ്കിൽ അത് പോവാനായിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറ്റാർവാഴയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പൊടിച്ചത്, പുറത്ത് പൊടിച്ചതല്ല, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പ് നിറം പോയി കിട്ടും. ഇനി ആ ഡാർക്ക്നെസ് വല്ലാതെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി വൈകുന്നേരം കിടക്കണ ആ സമയത്ത് നമ്മളത് കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നേരം വെളുക്കുമ്പോൾ അത് കഴുകിക്കളയാം കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ നമ്മൾ തേക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കട്ടിയൊക്കെ കണ്ണിൻ്റെ അവിടെ ഫീൽ ചെയ്യില്ലേ, നമ്മൾ മോൾ ഭാഗത്തും അടിയിലിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതാവുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നമുക്ക് ഈ ഭാഗം കംപ്ലീറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അതേപോലെ ഈ മോൾ ഭാഗത്തും ഈ മഞ്ഞളും കറ്റാർവാഴയും കൂടിയിട്ട് ഉള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്തിട്ട് നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കുക. കഴുകി കളയുന്നു വേണ്ട, നേരം വെളുത്തിട്ട് കഴുകി കളഞ്ഞാൽ മതി. നിങ്ങൾ 2-3 ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഡാർക്ക്നെസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പോൾ അടുപ്പിച്ച് കുറച്ച് നാളുകൾ ചെയ്യുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ചെപ്പിലാക്കി വെച്ചാൽ മതി, അപ്പം ചെയ്യാൻ നിൽക്കണ്ട. നമ്മുടെ വീട്ടിലെ കറ്റാർവാഴ ഉണ്ടെങ്കിൽ അത് നല്ലത്, അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാൻ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. നമുക്കിത് ഒരു പ്രാവശ്യം കൂടി ഇട്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം കഴുകിയിട്ട് ഞാൻ റിസൾട്ട് കാണിച്ചു തരാം. നമ്മളിതാ മുഖമൊക്കെ കഴുകി വന്നിട്ടോ, ഞാൻ തുടച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇനി അതൊരു സംശയമാവട്ടാന്ന് വെച്ചിട്ടാണ് വേറെ ഒന്നും തേച്ചിട്ടില്ല, മുഖം മാത്രം കഴുകി വന്നിട്ടുള്ളൂ കേട്ടോ. നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമ്മുടെ തൈരും കടലമാവും വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കടലമാവ് വെച്ചിട്ടൊന്ന് മുഖം കഴുകിയതിന് ശേഷം വേണം നമ്മളിതൊന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ മുഖത്തെ അഴുക്കളൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ ഈ പാക്ക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഇനിയും എല്ലാവരുടെ സഹകരണം നമ്മുടെ കുഞ്ഞു ചാനലിൽ ഉണ്ടാവണം. നിങ്ങളൊക്കെ സഹകരിച്ചാൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ളവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതിന് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.